വേറൊരു അത്ഭുതമാണ് ഈ സംഭവം. ഈ വാഴയും ചേമ്പും കൂടി ക്രോസ് ആയിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. താറാവല്ല, അരയന്നാണെന്നോ അതിന് മൗറീഷ്യൻ താറാവാണെന്നറിയില്ല. അപ്പോൾ വാഴയും ചേമ്പും കൂടി ക്രോസ് ആക്കി തടാകമൊക്കെ സെറ്റപ്പ് ചെയ്ത് ചെയ്യണം. കിടിലം നൈസ് സ്പോട്ടാണത്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു താറാവും കൂടി തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പല പല ഏരിയയിൽ വന്നിരിക്കണേ. ഇപ്പം നമ്മളുള്ള ഈ തടാകത്തിൻ്റെ അവിടെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ആമയുടെ മാൻ്റെ അടുത്താണ്. അതവിടെ വന്നിട്ട് പോയി എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്ത്. ഫുള്ള് കാടാണ്, ഫോറസ്റ്റ് ഫുള്ള് കാടാണ്. തടാകത്തിന് മേളിലോട്ട് കയറിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് കുളക്കോഴികളുണ്ട്. സായിപ്പുമ്പതാണ് മാടത്തിയുടെ ഫോട്ടോ എടുക്കുന്നത്. അവിടെ ഒന്നും ഇല്ലാത്ത ജീവിയാണ്. നമ്മളെ കുളക്കോഴി തിരിച്ച് തടാകത്തിലോട്ട് തന്നെ പോകണം. ഇവിടെ എൻ്റെ പൊന്നെ അത് മന്ദാരമാണ്. കണ്ടിട്ടില്ലേ മന്ദാരം? ഈ ചെടി ഭയങ്കര വെറൈറ്റി സാധനമുണ്ട്. അതിൻ്റെ പേരെന്താ? നെല്ലായിരിക്കും. പിന്നെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ പേരാല്. ഇപ്പോഴും നമ്മുടെ ആമയൊക്കെ കിടന്ന് ഉറങ്ങിപ്പോട്ടെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോണത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മൗറീഷ്യൻ ആമേനെ കാണാനാണ്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. നമുക്കെന്നാ നമ്മുടെ മൗറീഷ്യൻ ആമേനെ കാണാൻ പോകാൻ പറയും. ആമയുടെ ലൊക്കേഷൻ എത്താറായി. അടുത്തത് നമ്മൾ ആമയുടെ അങ്ങോട്ടാണ് പോകാൻ പോണത്. നമ്മളൊരു 2 മണിക്കെങ്കിലും വന്നാൽ കറക്റ്റ് ആവുന്നല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ധൃതി പിടിച്ചല്ലേ നടക്കണം. ഇതാണ് ഇവിടുത്തെ മറ്റേ ആ ഒരു വടവൃക്ഷം എന്ന് പറഞ്ഞത്. ഇവിടുത്തെ യക്ഷിയമ്മയൊക്കെയുള്ള സ്ഥലം. ആ മരത്തിൻ്റെ സൈസ് തന്നെയുണ്ട. എൻ്റെ ആ പൊന്നെ മലമ്പാമ്പ് ചുറ്റിപ്പണഞ്ഞ് നടക്കുന്ന. ഇതാണ് ഇവിടുത്തെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു മരം. ഇവിടെ മരത്തിൻ്റെ പേരെന്താ? ബബോംബോ. അല്ല, ആമത ഇല്ലിരിക്കും. ആമയല്ല, അത് മാനാണ്. മാനിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അടുത്തത് പിന്നെ മാനിനെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലേ, മാനിനെ കണ്ടിട്ട് വരാം. മാനിന് കൊടുക്കാൻ വല്ലതും ഉണ്ടാവും ബ്രോ? ഫ്രൈഡ് റൈസ് കൊടുത്താലോ? ചിക്കൻ ഫ്രൈഡ് റൈസ് തിന്നണം. മാനിനെയാണ് അടുത്ത് കാണാൻ പോകുന്നത്. ഇതേ കൈതക്കൂട്. ഇത് വാന്താട്ടിൽ നിന്ന് വേണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ 6 മാസം മുമ്പ് വന്നാറ്. അന്നേരം നട്ടിട്ട് പോയതാണ്. വളർന്ന് പന്തലിച്ച്. ഇത് കണ്ട കൈതക്കൂടും ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരവും കൂടി ക്രോസായി അത് പൊക്കം വെച്ച്. ഇവിടെ എല്ലാം ക്രോസ് ആവണേ. ദേ അടുത്തത് അന്നാർച്ചക്കയുടെ മരം. അയ്യോ, ഇവിടെ ക്രോസ് ആകാത്തതൊന്നുമില്ലെന്ന്. മനുഷ്യന്മാർ ഇവിടെ ഫുള്ള് ക്രോസാ. അപ്പം മാൻ്റെ അയ്യപ്പ കുഞ്ഞപ്പനുണ്ടാ. പാവം. ദേ കുഞ്ഞപ്പനിരിക്കും നോക്കി. മാരാണ് കൃഷ്ണ കുഞ്ഞപ്പ. ദേ ഇവന്മാർ ഭയങ്കര കമ്പനിയാണ്ടാ. ആടാ എന്താണ് ചേച്ചി ഒന്നും തരിയൊന്നുമില്ല കേട്ടോ, വെറുതെ നോക്കാന്നേ ഉള്ളൂ. ചേച്ചി ചോദിക്കാനുണ്ട് ചേച്ചീനോട്, ബ്രെഡ് കൊണ്ടുപോയിട്ടുണ്ടാന്ന്. ഇല്ല മോനെ, ബ്രെഡ് കൊണ്ടുവന്നിട്ടില്ല. ഇത് ബ്രെഡ് മാത്രമേ തിന്നുള്ളൂ. ഒരു ഗർഭരണിയാണ് ഇല്ലേ അവിടെ പോയിരിക്കണമെങ്കിൽ. നമുക്കിനി അടുത്ത മാനിറച്ചി കഴിക്കണം.
അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ഫീഡ് ആനിമൽസ് എന്ന്. ബ്രെഡ് കൊടുത്തെങ്കിൽ അവരിപ്പോൾ കൈ വെട്ടിയിരുന്നു. നല്ല രസമുണ്ടല്ലേ കുഞ്ഞിമാനെ കാണാൻ. അപ്പോൾ അത് തരുവാന്ന് ചോദിച്ചാൽ വളർത്താൻ എന്താ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ? നല്ല തണുപ്പല്ലേ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോണത് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള എന്തിനെ കാണാനാണ് പറയൂ? ഇവിടുത്തെ പ്രശസ്തമായ ടോർട്ടോയ്സിനെ കാണാനാണ്. ടോർട്ടോയ്സിനെ മൂടി വെച്ചേക്കണ ഇത് വേസ്റ്റ് ഇടുന്ന പാത്രമാണ്. ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് പൊളിമരമാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മാപ്പ് ഇനിയിപ്പോൾ ആവശ്യമില്ല. മാടത്തേനെ പിന്നെ നമുക്ക് കാണാത്ത സാധനമുണ്ട്. അതിൻ്റെയൊക്കെ വീട്ടിലുള്ള ആ മരങ്ങളെന്താണ് ഇങ്ങനെ ഇല പൊഴിഞ്ഞ മരം ഇട്ടിരിക്കുന്നത്? വിന്തതായോണ്ടാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആമയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇല്ലേ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. മാരുതിനെ കാണാനാണ് നമ്മൾ പോകുന്നത് അടുത്തത്. ഇല്ല ഇവളുമാര് വന്നിരിക്കണം ഇരിപ്പോക്കി. അന്ന് ഞങ്ങൾ വന്നപ്പോഴേ ഭയങ്കര വെയിലായതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു ഇതുണ്ടാകുന്നില്ല. പറയും ഒരു ആരോഗ്യമില്ലാണ്ട് ഷെഡിൻ്റെ അകത്ത് വന്നിരിക്കണായിരുന്നു. ഇപ്പതേ ഭയങ്കരമായിട്ട് കറങ്ങിയൊക്കെ നടക്കണോക്കി ചെക്കന്മാര്. ഹലോ ആരാണ്? എന്ത് സൈസാന്നൊക്കെ ഇതിൽ പുല്ലൊക്കെ പറിച്ചിരുന്നാണ്ട് ഞങ്ങൾ. എന്ത് സൈസ് ഇപ്പനാണല്ലേ ആള്. ഇവിടെ കുറേ ഉണ്ട്. നിങ്ങൾ മറ്റേ ആമേനെ പോലെ വല്ല നോക്കിയോ? പ്രവി ദേവറവി ഇവിടെ നോക്കി. കുറേ ഉണ്ടല്ലേ. ഇവന്മാര് കല്ല് കെട്ടിയേക്കണോണ്ടായിട്ട് പോകാത്തത്. ഇവന്മാര് ഒരു ചാടിയൊക്കെ കിട്ടു. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിശേഷങ്ങൾ. ബാക്കിയും വീഡിയോസ് ഉണ്ട്, ഉറപ്പായിട്ടും കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സൈനിങ് ഓഫ്.